എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ച്, ലൂസിഫറിൻ്റെ വീഡിയോ എവിടെയെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എക്സാം സീസണാണ്, ബിടെക് ഫൈനൽ ഇയർ എക്സാംസ്. അത് കഴിഞ്ഞ് കുറച്ച് സപ്ലി ഉണ്ട്. അപ്പോൾ ഇത് കഴിയുന്നവരെ വീഡിയോസ് ഇടാൻ കുറച്ച് ലാഗ് ഉണ്ടാകും, ദയവായിട്ടൊന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഴ്ചയിൽ 3 വീഡിയോസൊക്കെ വെച്ചിടാവുന്നതാണ്. അപ്പോൾ ദയവായി അതുവരെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ വിഷയങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ സയൻസ്, പ്രപഞ്ചം, മിസ്റ്ററി, കോൺസ്പിറസീസ്, ഇല്ലുമിനാറ്റി, സീക്രട്ട് സൊസൈറ്റീസ്, ടൈം ട്രാവൽ, ഏലിയൻസ്, പിന്നെ ബ്ലാക്ക് ഹോള്, സയൻസ് ഫിക്ഷൻ മൂവീസ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാമസൂത്രം എന്ന് പറയുന്ന ആ ഒരു കൃതിയെ പറ്റിയാണ്. വസ്യാന മഹർഷിയുടെ മഹത്തായ കാമസൂത്രം എന്ന് പറയുന്ന കൃതിയെ പറ്റിയുള്ള ഒരു 10 ഫാക്റ്റുകൾ. കാമസൂത്രം എന്നത് ലോകത്തെ വൺ ഓഫ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് ബുക്കാണ്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു കൃതിയാണിത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ്, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫാക്റ്റിലേക്ക് വരാം. ഒന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, ഇത് എഴുതപ്പെട്ട കാലഘട്ടമാണ്. വസ്യാന മഹർഷി ഈ കൃതി എഴുതുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒന്ന് ഓർത്ത് നോക്കുക, 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് യേശു ക്രിസ്തുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. അത്രയും ഒരു പുരാതനമായ കൃതിയാണ് കാമസൂത്രം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇന്നും ഇവിടെ വായിക്കാനും മേടിക്കാനൊക്കെ കിട്ടുന്നത്. രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ബുക്കിൻ്റെ പേര് തന്നെ കാമസൂത്രം എന്നാണ്. പേരിൽ തന്നെ കാമം ഉണ്ട്, അഥവാ സെക്സ് ഉണ്ട്. അപ്പോൾ ഭൂരിഭാഗം പേരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇതെന്തോ സെക്സ് ബുക്ക് എന്നുള്ള തരത്തിലാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബുക്കിലാകപ്പാടെ 20% മാത്രമേ കാമത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, അഥവാ സെക്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഓൺലി 20%. അപ്പോൾ ബാക്കി 80% എന്തായിരിക്കും എന്നല്ലേ, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 20% മാത്രമേ ഈ ബുക്കിൽ കാമത്തെ പറ്റി അഥവാ സെക്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് വെറുതെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫാക്റ്റ് 3. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ 20% ഇതിൻ്റെ അകത്ത് സെക്സിനെ പറ്റിയുള്ളതെന്ന്. അത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു സെക്സ് അല്ല, അതായത് ഒരു പോൺ കാണുന്ന പോലത്തെ ടൈപ്പ് സെക്സ് അല്ല. ആക്ച്വലി ഒരു ലവ് മേക്കിംഗ് പ്രോസസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരുവിധ മോശവും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഫാക്റ്റ് 3യിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോൾ ലവിന് ഏറ്റവും കൂടുതൽ, പ്രേമത്തിന് ഏറ്റവും കൂടുതൽ പേര് കേട്ട നാട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഫ്രാൻസ് ആണ്. അവർക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കിസ് വരെയുണ്ട്, ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞ്. പക്ഷേ നമ്മൾ ഫ്രാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആകപ്പാട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കിസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പേ ഉള്ളൂ, ഫ്രഞ്ച് കിസ് മാത്രം. പക്ഷേ നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, 20% പോർഷനിൽ, കാമസൂത്രത്തിൻ്റെ 20% പോർഷനിൽ എത്ര ടൈപ്പ് കിസ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 40 മുകളിൽ ടൈപ്പ് ഓഫ് കിസസ് ഉണ്ട്. 40 മുകളിൽ. ഫ്രഞ്ചുകാരാകപ്പാടെ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഒരു ടൈപ്പ് മാത്രമാണ്. നമ്മുടെ ഇന്ത്യൻ കാമസൂത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് 40 മുകളിലാണ്. പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ല, നമ്മൾ സാഹിബിൻ്റെ അത് നോക്കി നടക്കുമല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ അറിയാനാണ്? നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ തിരിയുക, നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരിയുക, നമ്മുടെ പുസ്തകങ്ങളിലേക്ക് തിരിയുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണാനും ഒക്കെ സാധിക്കും. അടുത്തത് ഫാക്റ്റ് 4. നിങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ടാകും, അതായത് നമ്മുടെ സുപ്രീം കോടതി ആർട്ടിക്കിൾ 377 എന്ന് പറയുന്ന ഒരു റൂള് എടുത്തു കളഞ്ഞെന്ന്. അതായത് ഇന്ത്യയിൽ സ്വർഗരതി ലീഗലാക്കിയെന്ന്. ഈ കാമസൂത്രത്തിലും സ്വർഗരതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് വസ്യാന മഹർഷി പറഞ്ഞിട്ടുള്ളത്, ഈ സ്വർഗരതി എന്നുള്ളത് തെറ്റായ ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് വസ്യാന മഹർഷി ഈ ഒരു കാമസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിലനിന്നൊരു സംഭവം തന്നെയായിരുന്നു ഈ സ്വർഗരതി എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഇതെഴുതപ്പെട്ട വസ്യാന മഹർഷിക്ക് ഈ ഒരു സംഭവം ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സ്വർഗരതിയെ തെറ്റായിട്ടാണ് അദ്ദേഹം ഈ ഒരു കാമസൂത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തത് ഫാക്റ്റ് 5. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിദ്ധരിക്കുക എന്നുള്ളൊരു സംഭവം മാറിക്കിട്ടുന്ന ഏറ്റവും നല്ലൊരു പോയിന്റാണ്. അതായത് കാമസൂത്രം എന്ന് പറയുന്നത് ഒരുപാട് ജീവിത മൂല്യങ്ങൾ കൂടി പഠിക്കാനുള്ള ഒരു പുസ്തകമാണ്. അതായത് ആ ബുക്കിലാകപ്പാടെ 7-8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 3 ചാപ്റ്റേഴ്സ് സ്പെസിഫിക്കലി നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ലൊരു കുടുംബജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം, നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്താം, വീട്ടിൽ വരുന്ന അതിഥികളെ വരെ എങ്ങനെ സ്വീകരിക്കാം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പുസ്തകമല്ല, ഒരു ബുക്ക്, ഒരു കൃതി എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ജീവിത മൂല്യങ്ങൾ, നമ്മൾ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് കാമസൂത്രം എന്നുള്ളത്. നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടല്ലേ, ഒരുപാട് പേരുടെ അടുക്ക് പോയി ഉപദേശമൊക്കെ തേടാറുണ്ട്. ഈ കാര്യമെല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് വസ്യാന മഹർഷി കൃത്യമായിട്ട് ഈ ഒരു കൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് സെക്സ് മാഗസിൻ, സെക്സ് ബുക്ക് എന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. പിന്നെ നമ്മളെങ്ങനെ അറിയാനാണ്, നമ്മളെങ്ങനെ വായിക്കാനാണ്? എടാ നീ കാമസൂത്രം വായിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിച്ചാൽ അയ്യേ എന്നല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ. അവിടെയാണ് നമുക്ക് പോകുന്നത്.
ഇനി ഫാക്ട് നമ്പർ 6. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു കൃതിയിൽ നമ്മുടെ ജീവിത മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 3 ചാപ്റ്ററുകളാണ് ഉള്ളതെന്ന്. ഒരു ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഒരു ആണിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്നതാണ്. പ്രധാനമായിട്ടും ഒരാണ് തൻ്റെ ഭാര്യയെ എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം, ഒരു നല്ല ഭാര്യയ്ക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം, ഒരു നല്ല പതിവ്രതയ്ക്ക് വേണ്ട സവിശേഷതകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് നോക്കാറില്ലേ, ഇന്ന് നമ്മൾ ചോദിക്കാറുണ്ട് നമ്മുടെ കൂട്ടുകാരോടൊക്കെ, നിൻ്റെ സ്വപ്നത്തിലുള്ള ഭാര്യ സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുപോലുള്ള കുറേ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് വിവരിച്ചിട്ടുള്ളത്. ഫാക്ട് നമ്പർ 7. ഇത് അടുത്തൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഒരു പെണ്ണ് കല്യാണം കഴിച്ച് എങ്ങനെ ആയിരിക്കണം, ഒരു കുടുംബജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, കുട്ടികളെ എങ്ങനെ നോക്കണം, സ്വയമായിട്ട് എങ്ങനെ ഒരു ഉയരണം, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഒരു ഉയർന്നൊരു സ്റ്റേജിലേക്ക് എത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അടുത്ത ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ കാണാറുണ്ടല്ലേ. ഇതിൻ്റെയൊക്കെ പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവർ രണ്ടും തമ്മിൽ സെറ്റാകാത്തതുകൊണ്ടാണ്. പക്ഷേ പണ്ടത്തെ ഒരു സിസ്റ്റം നോക്കുവാണെങ്കിൽ ഡൈവേഴ്സ് വളരെ കുറവായിരുന്നു. നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി, ഡൈവേഴ്സ് എന്ന് പറയുന്ന സാധനമേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് പോകുന്നവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലായിരുന്നു. നമ്മുടെ മാറിയ ന്യൂ ജനറേഷനിൽ ഒരുപാട് കൺസെപ്റ്റുകളാണ് ഈ ഡൈവോഴ്സ്, അതുപോലെ തന്നെ ആത്മഹത്യ. പൊരുത്തപ്പെടാതെ വരുമ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടായി ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പഴയ കാലത്തിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഫാക്ട് 8. ഈ ഒരു കൃതിയിലുള്ള അടുത്തൊരു എലമെന്റ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്, ആധ്യാത്മികത. ആധ്യാത്മികതയോ കാമസൂത്രത്തിലോ എന്നല്ലേ നിങ്ങളെ ചിന്തിക്കുന്നത്? സത്യമാണ്, ആധ്യാത്മികതയെ പറ്റി ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ ആത്മാവിന് 4 സ്റ്റേജസ് ആണുള്ളത്. ഈ 4 സ്റ്റേജ് മുന്നേറി പോയാൽ മാത്രമേ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ളതാണ് കാമസൂത്രം പറയുന്നത്. ഈ 4 സ്റ്റേജ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ കാമം, അർത്ഥം, ധർമ്മം, മോക്ഷം. കാമം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഗ്രഹം, നമ്മുടെ മനസ്സിൻ്റെ അതിയായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അതായത് ശരീരത്തോടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളോടുള്ള അതിയായിട്ടുള്ള ആഗ്രഹമാണ് കാമം എന്ന് പറയുന്നത്. ഇതിനെ മറികടന്ന് വേണം നമ്മൾ അർത്ഥത്തിലെത്താൻ. അർത്ഥമെന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കാറില്ലേ, ഒരുപാട് എന്താ പറയുക, വില കൂടിയൊരു കാർ മേടിക്കണം, കൊട്ടാരം പോലത്തെ ഒരു വീട് വെക്കണം. ഇതാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ. ഇതും മറികടന്ന് നമ്മൾ ധർമ്മത്തിൽ എത്തിച്ചേരണം. ധർമ്മത്തിൽ നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ നമുക്ക് ധർമ്മവും മറികടന്ന് മോക്ഷത്തിലെത്താൻ സാധിക്കും. മോക്ഷവും കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് സർവേശ്വരൻ്റെ അടുക്കലായിരിക്കും, ദൈവത്തിൻ്റെ അടുക്കലായിരിക്കും. ഇതാണ് കാമസൂത്രം മനുഷ്യൻ്റെ ഒരു ജീവിതവും ആത്മീയതയായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഇനി ഫാക്ട് 9. കാമസൂത്രം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തൊരു കൃതിയാണ്. അതായത് പണ്ടത്തെ കാലത്ത് പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളെ ദേവിയായിട്ട് ആരാധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു കൃതിയാണ്. ഇതിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ദേവിയാണെന്നും അമ്മയാണെന്നും. ആ ഒരു രീതിയിൽ ഒരു വുമൺ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാമസൂത്രം സ്ത്രീകളെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു വിശേഷണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നൊരു വിശേഷണം മദർ നേച്ചർ, ഭൂമി ദേവി എന്നുള്ളൊരു വിശേഷവും നമുക്ക് കാമസൂത്രത്തിൽ കാണാൻ സാധിക്കും. അതായത് ഈ വാത്സ്യായന മഹർഷി, ഇത് എഴുതപ്പെട്ട ആള് സ്ത്രീകളെ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരാളായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് കാമസൂത്രം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ചുമർ ചിത്രങ്ങളിലും പുരാതന ചുമർ ചിത്രങ്ങളിലും കൊത്തുപണികളിലുമൊക്കെ സ്ത്രീകളുടെ രൂപം വരാൻ ഈ ഒരു കൃതി വളരെ കാരണമായിട്ടുണ്ട്. അടുത്തത് 10ാമത്തെ ഫാക്ട്, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതായത് കാമസൂത്രം എന്ന് പറയുന്നത് ഈ വാത്സ്യായന മഹർഷി സെക്സിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ മുടി വരെ ഏത് രീതിയിൽ കിടക്കണമെന്ന് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം എന്തെന്നാൽ, ചരിത്രം പറയുന്നൊരു കാര്യം എന്തെന്നാൽ, ഈ വാത്സ്യായന മഹർഷി എന്ന് പറയുന്നത് വെർജിനായിരുന്നു. ഇതുവരെ സെക്ഷൽ റിലേഷനിലൊന്നും ഏർപ്പെടാത്ത ആളായിരുന്നു വാത്സ്യായന മഹർഷി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ സെക്സിനെ പറ്റിയുള്ള ഒരു ആധികാരികമായ ഒരു കൃതി എഴുതിയത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഒരിടത്തും റിട്ടൺ ആയിട്ടുള്ള ചരിത്രമല്ല, എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമല്ല. ഇതൊരു വായ്മൊഴിയാണ്, പറഞ്ഞു വന്ന പോലെയുള്ള ചരിത്രമാണ്. പക്ഷേ ഒരുപാട് പേര് ഈ കാര്യം വിശ്വസിക്കുന്നു, ഒരുപാട് പേര് പറഞ്ഞും കേൾക്കാൻ സാധിക്കും. അതായത് വാത്സ്യായന മഹർഷി എന്ന് പറയുന്നത് ഒരു വിർജിൻ ആയിരുന്നു എന്നും പറഞ്ഞ്. ബാക്കി 80% കാര്യങ്ങൾ നമുക്ക് പോട്ടെ എന്ന് വയ്ക്കാം. അതായത് അതിൽ പറഞ്ഞിട്ടുള്ളത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിൽ എങ്ങനെ മുന്നേറണം, കല്യാണത്തിന് ശേഷം എങ്ങനെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ സെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമുക്ക് യാതൊരുവിധ പിടിയില്ല. ഒരുപക്ഷെ നമുക്കിപ്പോൾ ഒരു പോൺ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം എങ്ങനെയാണ് ആ സെക്സിൻ്റെ രീതിയെന്ന്. അതുപോലെ തന്നെ അദ്ദേഹം റിയൽ ലൈഫിൽ ലൈവായിട്ട് ഒബ്സർവ് ചെയ്തായിരിക്കാം എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ടായിരിക്കാം എഴുതിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥയോ ആധികാരികതയോ നമുക്ക് അളക്കാൻ സാധിക്കത്തില്ല. അത് വെറും വായ്മൊഴി മാത്രമാണ്. ഇത്രയുമൊക്കെയാണ് എനിക്ക് ഈ ഒരു കൃതിയെപ്പറ്റി പറയാനുള്ളത്.
ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം ഞാൻ അവസാനം പറഞ്ഞു തരാമെന്ന്. അതെന്താണെന്ന് പറയുവാണെങ്കിൽ, ഇന്ത്യൻ കൃതിയാണ് കാമസൂത്രം എന്നുള്ളത്. എന്നിട്ട് പോലും നമ്മൾ ഇന്ത്യക്കാർ തന്നെ ഇതിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുവാണ്. അതായത് മഹത്തായ ഒരു കൃതിയെ ഒരു സെക്സ് ബുക്ക് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുവാണ്. 600 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത്. അന്ന് അവരിവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും അവർക്ക് 2 കാര്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഒന്ന്, പാമ്പ് പിടുത്തക്കാരെയൊക്കെ ആയിരുന്നു. അവർ വളരെ ആശ്ചര്യപ്പെട്ടു പോയി, പാമ്പാട്ടികളും പാമ്പ് പിടുത്തക്കാരൊക്കെ. കാരണം പാമ്പെന്ന് പറയുന്നത് അവർക്ക് വളരെ പേടിയുള്ളൊരു ജീവിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. പക്ഷെ അവരിവിടെ വന്ന് ഇവിടെ പാമ്പിനെ കഴുത്തേലൊക്കെ ഇട്ട് ചുറ്റി അഭ്യാസം കാണിക്കുന്നവരെ കണ്ടപ്പോൾ ഒരുപാട് ഞെട്ടിപ്പോയി. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ കാമസൂത്രം ആയിരുന്നു. അതായത് അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഈ സെക്സ് എന്നുള്ളത്, കാമം എന്നുള്ളത്. പക്ഷേ അവർ വന്ന ആ കാലഘട്ടത്തിൽ, അതായത് 600 വർഷമായപ്പോഴേക്കും അതിനെപ്പറ്റി പുറത്താരും മിണ്ടാതായി. ഇതെന്താണ് സംഭവിച്ചത് എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. ആ 600 വർഷം മുമ്പ് തൊട്ട് തന്നെ അവർ ഇന്ത്യയെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു കൃതിയാണ് കാമസൂത്രം എന്നുള്ളത്. അവരാരും വായിച്ചിട്ടില്ല, അവർക്കതിനെ പൊരുൾ അറിയത്തുമില്ല. അതുകൊണ്ട് അവരുടെ രാജ്യങ്ങളിൽ ചെന്ന് പറയുവാണ്, അവരെന്തോ ഇന്ത്യക്കാരെന്തോ മണ്ടൻ കൃതി, സെക്സിനെ പറ്റിയൊക്കെ ഒരു പൊട്ടത്തരം മൊത്തം എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മളെ കളിയാക്കാൻ ഉപയോഗിച്ച ഒരു പുസ്തകമാണ്, ഒരു കൃതിയാണ് കാമസൂത്രം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ചൊവ്വയിൽ വരെ നമ്മൾ സ്വന്തമായിട്ട് പേടകം എത്തിച്ചു. ഇവിടുന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഒരുപാട് പേര് ജോലിക്ക് പോയി തുടങ്ങി. US, ബ്രിട്ടൻ, അതുപോലെ യൂറോപ്യൻ കൺട്രീസിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെയുള്ളവരോട് പറയുക, അവർ നിങ്ങളെ കളിയാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാമസൂത്രത്തിൻ്റെ പേര് പറഞ്ഞായിരിക്കും. നിങ്ങൾ അവരോട് പറയുക, കാമസൂത്രം എന്ന് പറയുന്നത് വെറും ഒരു സെക്സ് ബുക്കല്ല, അതിന് ഒരുപാട് മൂല്യങ്ങളുള്ളൊരു ബുക്കാണ്. ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയുടെ സംസ്കാരം, ഇതെല്ലാം കൂടി ചേർന്നൊരു കൃതിയാണ് കാമസൂത്രം എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം കണ്ട്, അതായത് കാമസൂത്രം ഒരു സെക്സ് ബുക്ക് എന്ന് കാണാതെ അത് പഠിക്കാൻ പറയുക, അവരോട് വായിച്ചു നോക്കാൻ പറയുക. ഇത് വായിച്ചു നോക്കിയിട്ടുള്ള ആരും പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അത്ര മൂല്യങ്ങൾ അടങ്ങുന്നൊരു കൃതിയാണ് കാമസൂത്രം എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നൊരു കാര്യം എന്തെന്നാൽ, ഈ കൃതിയുടെ പേര് പോലും പറയാൻ നമുക്കൊരു ചമ്മലാണ്, കാമസൂത്രം എന്നുള്ളത്. അതിൽ വലിയ നാണിക്കേണ്ടതോ ചമ്മണ്ടോ യാതൊരുവിധ കാര്യവുമില്ല. അതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്നെ ഈ ഒരു കാമം, സെക്സ് എന്നൊക്കെ പറയുന്നത് ഓപ്പണായിട്ട് സംസാരിക്കേണ്ട കാലമാണ്. അപ്പോൾ കാമസൂത്രം എന്ന് പറയുന്ന ഒരു കൃതിയുടെ പേര് പറയുന്നതിൽ പിന്നെ എന്താണ് ഇത്ര നാണക്കേട്? ഒരിക്കലുമില്ല. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ കാമസൂത്രത്തെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മേനോൻ സൈനിങ് ഔട്ട്.